നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹമുണ്ട്, ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല, ഒന്നും വളരാൻ പറ്റുന്നില്ല. ഇതിൻ്റെ എല്ലാം പിറകിൽ കിടക്കുന്നത് ഒരു കാരണമാണ്: കംഫോർട്ട് സോൺ. നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാത്തിടത്തോളം കാലം നമ്മൾ വളരുകയില്ല. എ ഷിപ്പ് ഈസ് ഓൾവേസ് സേഫ് അറ്റ് ദ ഷോർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ് ബിൽഡ് ഫോർ. ഒരു കപ്പൽ അത് കരയിൽ കിടക്കുമ്പോൾ അത് സേഫാണ്, അതിന് യാതൊരു വിധത്തിലുള്ള വെല്ലുവിളികളുമില്ല. പക്ഷേ അതിനുവേണ്ടിയല്ല ആ കപ്പൽ നിർമ്മിക്കപ്പെട്ടത്, അതിനെ കടലിലേക്ക് ഇറക്കണം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഇങ്ങനെയായി പോകാറുണ്ട്. നമുക്ക് ഏറ്റവും സുഖകരമായ കാര്യങ്ങളിൽ, നമുക്ക് ഏറ്റവും കംഫോർട്ട് തോന്നുന്ന കാര്യങ്ങളിൽ, നമുക്ക് ഏറ്റവും സേഫായിട്ട് കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ ചുരുങ്ങി പോകാറുണ്ട്. അതിൻ്റെ പുറത്ത്, ആ സർക്കിളിൻ്റെ പുറത്ത് എന്താണെന്ന് പോലും നമ്മൾ ഒരിക്കലും അറിയാൻ ശ്രമിക്കുന്നില്ല. യു നെവർ ചേഞ്ച് യുവർ ലൈഫ് അൻറ്റിൽ യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. ചേഞ്ച് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ കംഫോർട്ട് സോൺ. ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കംഫോർട്ട് സോണിനുള്ളിലെ കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു സ്റ്റെപ്പെങ്കിലും നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം. ഓരോ ദിവസവും നമ്മളെ തന്നെ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ ചലഞ്ച് ചെയ്യണം. ഒരു പുതിയ കാര്യത്തിലേക്കെങ്കിലും നമ്മൾ ഇറങ്ങണം. ശരിക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു ജയിൽ പോലെ കിടക്കുന്ന ഒരു സംഭവമാണ് ഈ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത്. അതിന് പുറത്തേക്ക് ഇറങ്ങാൻ പഠിക്കണം. ശരിയാണ്, ഇത് പറയുന്നത് പോലെ എളുപ്പമല്ല. ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല. നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാവാം, ഒരു പ്രഷർ ഫീൽ ചെയ്യാം, പലപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് തോന്നാം. എനിക്കിതിന് ടാലൻ്റ് ഉണ്ടോ, എനിക്കിതിന് കഴിവുണ്ടോ, ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇതെല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. അതുപോലെ നമുക്ക് പലപ്പോഴും ഒരു പേടി തോന്നാം, ഒരു ഫിയർ ഫാക്ടർ. ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും, എനിക്കറിയില്ലാത്തൊരു കാര്യമാണ്, ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ എന്ത് ചെയ്യും, ഇതിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറയും, ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല. സോ നമ്മൾ വട്ടപൂജ്യമായിട്ട് ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇറ്റ് ഈസ് എ ചലഞ്ച്. നമ്മുടെ മുമ്പിൽ വലിയൊരു ചലഞ്ചാണിത്. പക്ഷേ ഇഫ് ഇറ്റ് ഡസൻ ചലഞ്ച് യു, ഇറ്റ് ഡസൻ ചേഞ്ച് യു. ചലഞ്ചുകളാണ് നമ്മളെ വളർത്തുന്നത്, ചലഞ്ചുകളാണ് നമ്മളെ ഡേ ആഫ്റ്റർ ഡേ ചേഞ്ച് ചെയ്യുന്നത്. ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവാനും, ഇറങ്ങുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താനും ശ്രമിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത്. പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. 0-ൽ 1-ൽ 2-ൽ എത്തിയിട്ടാണ് നമ്മൾ 1000-ലെത്തുന്നത്, 2000-ലെത്തുന്നത്. ആ തുടങ്ങുന്ന സമയമാണ് ഏറ്റവും പാട്. അവിടെ നമ്മൾ ക്ഷമയോടെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു ആർട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കുന്നു. ഇതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം നമ്മളെ അൺകംഫോർട്ടബിൾ ആക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മളെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് എങ്ങോട്ട് പോകണം, ഈ യാത്രയിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ കംഫോർട്ട് സോണാണ്. ദി ഓൺലി തിങ് ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം വേർ യു ആർ ടു വേർ യു വാണ്ട് ടു ഗോ ഈസ് യുവർ കംഫോർട്ട് സോൺ. ഇതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കംഫോർട്ട് സോണിന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്? ഒന്നാമത്തെ കാര്യം നോളജ്. നമ്മൾ എന്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് അതിനെക്കുറിച്ച് അറിയുക, വീഡിയോസ് കാണുക, പഠിക്കുക, വായിക്കുക. നമുക്കിന്ന് എന്തിനെക്കുറിച്ചും പഠിക്കാൻ ഒരുപാട് അവസരമുണ്ട്. യൂസ് ഇറ്റ്. രണ്ടാമത്തെ കാര്യം, ടേക്ക് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമ്മൾ ഒരിക്കലും ഒരു പുസ്തകം വായിക്കുന്നത് മുഴുവനായിട്ടില്ല, പേജ് ആഫ്റ്റർ പേജ് ആണ്. ഓരോ പേജ് വീതമാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിലും. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്ന് പറയും. പ്രൗഢഗംഭീരമായ റോമൻ നഗരം ഒരു ദിവസത്തിലല്ല പണിതുയർത്തിയത്. അതിനെ ഒരു ദിവസത്തിൽ പണിതുയർത്താൻ നമ്മൾ നോക്കരുത്. ഓരോ കല്ല് വീതം, കല്ലിന് മുകളിൽ കല്ല് വെച്ച് വേണം നമ്മൾ പണിതുയർത്താൻ. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഒരു പുതിയ ഭാഷ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് ബേസിക് വേർഡ്സ് പഠിക്കുക, ജസ്റ്റ് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. മൂന്നാമത്തെ കാര്യം, ടേൺ പ്രഷർ ഇൻടു എക്സൈറ്റ്മെൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ ചലഞ്ച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നും പ്രഷറാണ്. ഡെഡ് ലൈൻസ് വയ്ക്കുക, എന്ന് തീർക്കും അല്ലെങ്കിൽ എന്തോരം തീർക്കും, ഇത് മനസ്സിൽ കരുതുക. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തു തുടങ്ങുക. ഫിസിയോളജിക്കലി പറയുമ്പോൾ ആങ്സൈറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒരേ കാര്യത്തിൻ്റെ സ്ട്രെസ് റെസ്പോൺസുകളാണ്. ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ പ്രഷറിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് അത് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോ ആകുന്നത്. ഒരു പോസിറ്റീവ് റെസ്പോൺസായിട്ട് നമ്മൾ പ്രഷറിനെ എടുക്കുമ്പോൾ, ഒരു പോസിറ്റീവ് രീതിയിൽ നമ്മൾ പ്രഷറിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എക്സൈറ്റ്മെൻ്റ് ആക്കുന്നു. അത് നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സ്ട്രെസ്സിനെ നെഗറ്റീവായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുമ്പോൾ അത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ആങ്സൈറ്റി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ചലഞ്ച് 5%. ഒരുപാട് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യരുത്. ജസ്റ്റ് 5%. ഈ 5% എന്ന് പറയുന്നത് അത്യാവശ്യം പാടാണ്, പക്ഷേ അതേസമയം നമുക്ക് അത്യാവശ്യം എക്സൈറ്റിങ്ങുമാണ്. ആ ഒരു രീതിയിൽ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി, ബട്ട് ഇറ്റ് ഈസ് വെർത്ത് ഇറ്റ്. നമുക്കിന്ന് ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നാണ് നമ്മുടെ കംഫോർട്ട് സോണിന് പുറത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കും. കംഫോർട്ട് സോണിനകത്താണ് സ്വപ്നങ്ങൾ മരിക്കുന്നത് എന്ന് പറയും. അതിന് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് വരെ കണ്ടതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. നമ്മൾ ഇന്ന് വരെ നമ്മളെക്കുറിച്ച് വിചാരിച്ചതിനപ്പുറം നമുക്ക് കഴിവുകളുണ്ട്, നമുക്ക് സാധ്യതകളുണ്ട്. എ ഷിപ്പ് ഈസ് ഓൾവേസ് സേഫ് അറ്റ് ദ ഷോർ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ് ബിൽഡ് ഫോർ. ഇഫ് ഇറ്റ് ഡസൻറ്റ് ചലഞ്ച് യു, ഇറ്റ് ഡസൻറ്റ് ചേഞ്ച് യു.